കുട്ടികളെ ഇന്ന് 7th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 142 ഈ 5 ചിത്രങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 5 ചിത്രങ്ങളുടെയും പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദ്യങ്ങൾ. ഓക്കെ, ക്ലാസ്സിലേക്ക് നേരെ പോകാം അല്ലേ. ഒന്നാമത്തെ ചിത്രം ഈ ഒരു ട്രയാങ്കിളാണ്. ഇതിൻ്റെ ബേസ് ലെങ്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, പാദത്തിൻ്റെ നീളം 6 ഉയരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിൻ്റെ പരപ്പളവ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അര ഗുണം പാദം ഗുണം ഉയരം. അപ്പോൾ ഇവിടെ പാദം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു പാദം 6, ഹൈറ്റ് 3, പാദം 6, ഉയരം 3. സോ 6 3s are 18 ഹാഫ് എടുക്കുക. ആൻസർ ഈസ് 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളിത് കട്ട് ചെയ്താൽ മതി. 2ഉം 6ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 3 വരും. 3 3s are ഓൾസോ 9 അല്ലേ. 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 2. 4 2s are 8ൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് 4 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. അല്ലെങ്കിൽ ഈ 2ഉം 2ഉം കട്ട് ചെയ്താലും എന്ത് കിട്ടും, 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ത്രികോണത്തിൻ്റെ പരപ്പളവ് സമം 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ ചിത്രത്തിൽ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 5, ഹൈറ്റ് എന്ന് പറയുന്നത് 4. എങ്ങനെ ചെയ്യും? 5 4s are 20യുടെ ഹാഫ് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ 2ഉം ഈ 4 കട്ട് ചെയ്ത് ഇവിടെ 2 എടുത്ത് 5 2s are 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. 20യുടെ ഹാഫ് എടുത്താലും 10 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയാണ് കേട്ടോ. അടുത്തത് 4th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 4 cm എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈറ്റ്, ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുത്തിനെയുള്ള ദൂരമാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 3 cm എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെടുത്തേക്ക് എന്ത് ചെയ്താൽ മതി, അവിടെയും എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് തന്നെയാണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് ഈസ് ഈക്വൽ ടു 4, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3. 4 3s are 12/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതർവൈസ് നിങ്ങൾ ഈ 2 4 കട്ട് ചെയ്ത് 2 3s are 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാലും മതി. ഇനി ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. 5 എണ്ണം ഉണ്ടായിരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യനാണ്. ബേസ് 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്, ഇത് ചെരിഞ്ഞ പൊക്കമാണല്ലോ. നമ്മൾ ഹൈറ്റ് കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്, കുത്തനെ ഉള്ള പൊക്കം എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് എന്താണോ അതാണ് എന്തെന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ. അപ്പോൾ ഈ ഹൈറ്റ് അവർ തന്നിട്ടുണ്ട് എത്രയാണ്, 4 cm. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 4 3s are 12/2, 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെയും അതേ ആൻസർ തന്നെ കിട്ടും. ഇവിടെ രണ്ടാമത്തെ ചോദ്യം, ഈ ചിത്രത്തിൻ്റെ ഏരിയ, ഈ ത്രികോണത്തിൻ്റെ ഏരിയ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ഉം 2ഉം കട്ട് ചെയ്താൽ 2ഉം 4ഉം കട്ട് ചെയ്താൽ 2 കിട്ടും. 7 2s are 14 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇനി അവർ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതേ പരപ്പളമുള്ള ഒരു മട്ട ത്രികോണം വരയ്ക്കുക. മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ 1 ഓഫ് ദ ആംഗിൾ മസ്റ്റ് ബി 90 ഡിഗ്രി. ഒരു കോണെങ്കിലും 90 ഡിഗ്രി വരുന്ന തരം ട്രയാങ്കിളിനെയാണ് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുക. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മളൊരു പ്രൊട്രാക്ടർ ഉപയോഗപ്പെടുത്തി 90 ഡിഗ്രി മെഷർ ചെയ്യുക. ഈ ചിത്രത്തിൽ തന്നെ അത് വേണ്ട, രണ്ടാമതൊരു ചിത്രം ടീച്ചർ വരയ്ക്കാം. ഇവിടെ നമ്മൾ 7 സെൻറ്റിമീറ്റർ ലെങ്തിലൊരു വര വരച്ചു. ഇനി എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ ഏതെങ്കിലും ഒരു എൻഡിൽ വെച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ആ ലെങ്ത് വരയ്ക്കുക. 90 ഡിഗ്രി വരച്ചു. അപ്പം ബേസ് ലെങ്ത് എന്ന് പറയുന്നത് 7 ആണ്.
ഇത് 7 സെൻറ്റിമീറ്ററും ഹൈറ്റ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ്. ഹൈറ്റ് നമുക്ക് എത്ര വേണം? 3 cm. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് 3 cm മെഷർ ചെയ്യുക. ഓക്കെ, ഇത് ജോയിൻ ചെയ്തെടുത്താൽ എന്തായി? ട്രയാങ്കിൾ അതേ ഏരിയ ഉള്ള ട്രയാങ്കിളെ ഹാഫ് ഇൻറ്റു നോക്ക് 4 cm. ഇവിടെ എന്താ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. എന്ത് തന്നെ വരും നമുക്ക്? ആൻസർ ഈസ് 14 സെൻറ്റിമീറ്റർ സ്ക്വയറിന് തന്നെ വരും. അപ്പോൾ ഇതേ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിളാണ് ഈ ട്രയാങ്കിൾ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഇതേ പരപ്പളവുള്ളതും എന്നാൽ ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 90യേക്കാൾ വലുതുമായ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതേ സെയിം ഏരിയ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ചിത്രം തന്നെ ഇവിടെ നിൽക്കട്ടെ. ഈ ചിത്രത്തിൽ എന്ത് ചെയ്യുക? ഒരു ആംഗിൾ 90യേക്കാളും വലുതായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ലൈൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എവിടെ വരെയാണോ വരയ്ക്കേണ്ടത് അത്ര വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഈ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 4 കറക്റ്റ് 90 ഡിഗ്രി മുകളിലേക്ക് എടുത്ത് അവിടെ എത്ര മാർക്ക് ചെയ്യണം? 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. 4 സെൻറ്റിമീറ്റർ പ്രൊട്രാക്ടറിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ കിട്ടും. എന്ത് ചെയ്താൽ മതി? ആ പോയിന്റ് ലക്ഷ്യമാക്കി നമ്മൾ ഈ ആംഗിൾ അങ്ങ് വരയ്ക്കുക. ഈ വേറൊരു ചിത്രത്തിൽ വരച്ചാൽ മതി കേട്ടോ. ടീച്ചർ ഇതിൻ്റെ കൂടെ അങ്ങ് വരച്ച് കാണിച്ചത് മാത്രം. ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മൾ റബ്ബ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇത് കറക്റ്റ് പൊക്കം 4 ആണ്. അപ്പോൾ നോക്കൂ, കറക്റ്റ് 4 സെൻറ്റിമീറ്റർ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. 90 ഡിഗ്രി കൂടുതലുള്ള ആംഗിളും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിൾ ഫോം ചെയ്തു. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം. എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 7 ഇൻറ്റു 4 ആണ്. കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 14 cm സ്ക്വയർ തന്നെ സെയിം ഏരിയ കിട്ടും. പക്ഷേ വൺ ഓഫ് ദ ആംഗിൾ എന്താണ്? 90യേക്കാളും വലുതായാലും നമ്മൾ ചെയ്ത മാർഗ്ഗം എന്താ? കറക്റ്റ് ആ തേർഡ് വെർട്ടെക്സിൻ്റെ ഹൈറ്റ് തറയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന പോലെ നമ്മൾ വരച്ചെടുത്തു. ഓക്കെ, ഇപ്പോൾ പാരലൽ ലൈൻ അഥവാ സമാന്തര വരകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ടീച്ചർ ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ഇത് ഈ സ്കെയിലിൻ്റെ 2 എൻഡ് പോയിന്റിൽ കൂടി ഞാൻ 2 ലൈൻസ് വരയ്ക്കുന്നു. ഈ ലൈൻസിൻ്റെ പ്രത്യേകത ഉണ്ടായി, ഇവർ എത്ര നീട്ടി വരച്ചാലും കൂട്ടിമുട്ടാത്ത തരം വരകളാണ്. ഇതാണ് സമാന്തര വരകൾ. അപ്പോൾ സമാന്തര വരകൾ ഈ ട്രയാങ്കിളുമായിട്ട് ഇവരിപ്പോൾ എന്തിനെ ബന്ധിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു ഇതിൻ്റെ ലൈനിൻ്റെ മെഷർമെൻറ്റ് നടത്തിയേക്കാം. ഒരു 3-4 സെൻറ്റിമീറ്റർ. ബാക്കി മായ്ച്ചളയാം. ഇതാണ് 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര. ഇതിൻ്റെ അകലവും കൂടി ഒന്ന് ടീച്ചർ മെഷർ ചെയ്തേക്കാം. ഇതിൻ്റെ അകലം എന്ന് പറയുന്നത് 3 cm. അകലം എന്ന് പറയുന്നത് ടീച്ചർ ഇവിടെ മെഷർ ചെയ്യാവേ, അവിടെ വരയ്ക്കുന്നില്ല. ഇവിടെ 3 cm മെഷർ ചെയ്തു. ഇത് ശ്രദ്ധിച്ചോളുക. ഈ ടീച്ചർ ഈ 4 സെൻറ്റിമീറ്റർ ബേസ് ആക്കിക്കൊണ്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു പൊസിഷനിലേക്ക് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഇതാ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എന്ന് ചോദിച്ചാൽ ഈ ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ലെങ്ത് എത്രയാണ്? 4 ഇൻറ്റു ഹൈറ്റ്. ഈ ദൂരം ഈ അകലമാണല്ലോ ഹൈറ്റ്. അതിവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് 3 എന്ന്. അപ്പോൾ 4 3s are 12. 12ൻ്റെ ഹാഫ് 6 cm സ്ക്വയർ വരും ഉത്തരം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ? വേറൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു. സെയിം ബേസിലാക്കി. ഇതാ ഇങ്ങനെ വരച്ചു. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് സെക്കൻഡ്? ഇത് ഫസ്റ്റ് ട്രയാങ്കിളാണ്. ഇത് സെക്കൻഡ് ട്രയാങ്കിൾ. രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് നോക്കാം. നമ്മൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? അതേ സെയിം കേസ് തന്നെ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എത്രയാ? ഈ ഹൈറ്റ് തന്നെയാണല്ലോ. അവിടെയും നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ കുറച്ച് ദൂരേക്ക് നീട്ടി അങ്ങ് വരച്ചു. കുറേ നിങ്ങളങ്ങ് എത്ര ദൂരം വേണമെങ്കിലും വരച്ചു. പക്ഷേ ആ തേർഡ് വെർട്ടെക്സ് എവിടെ ആയിരിക്കണം? ഈ നമ്മൾ വരച്ച സമാന്തര വരയിലായിരിക്കണം തേർഡ് വെർട്ടെക്സ്. അത് മറന്നു പോകരുത്. അതിൻ്റെ പുറത്തേക്കൊന്നും പോകരുത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇപ്പോൾ ഏറ്റവും മൂന്നാമതായിട്ട് വരച്ച ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഈ ഹൈറ്റ് എത്രയാണ്? 3 cm. ദാറ്റ് ഈസ് ഈക്വൽ ടു
6 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ജനറൽ ഫാക്റ്റ് ഇതിനകത്തുണ്ടായിരുന്നു. എന്തായിരുന്നു? സെയിം ബേസിൽ സെയിം പാരലൽസിൽ എന്താണ് നമുക്ക് ട്രയാങ്കിൾസ് കുറേ എണ്ണം വരച്ചെടുക്കാം. തേർഡ് വെർട്ടെക്സ് നമ്മൾ രണ്ടാമത് വരച്ച സമാന്തര വരയിലായിരിക്കണം, അതിൻ്റെ പാരലൈനിലായിരിക്കുകയും ചെയ്യണം. അങ്ങനെ വരച്ചെടുക്കുന്ന എത്ര ട്രയാങ്കിൾസ് ഉണ്ടെങ്കിലും ട്രയാങ്കിളിൻ്റെ എല്ലാ ഏരിയ സെയിം ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഓക്കെ, ഈ ഐഡിയ ഉപയോഗപ്പെടുത്തിയാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ആ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ പാഠപുസ്തകത്തിൽ പല ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം സെയിം ബേസിൽ നമ്മൾ പല ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ എല്ലാ ഏരിയ എന്തായിരിക്കും? സെയിം ഏരിയ ആയിരിക്കും. പേജ് നമ്പർ 146 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3, 4 and 6 cm. Draw 3 different right triangles of the same area. വശങ്ങളുടെ നീളം 3, 4, 6 സെൻറ്റിമീറ്റർ ആയ ഒരു ത്രികോണം വരയ്ക്കുക. അതേ പരപ്പളവുള്ള 3 വ്യത്യസ്ത മട്ടത്രികോണങ്ങൾ വരയ്ക്കുക. മട്ടത്രികോണം എന്നുള്ള വാക്കാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക, അതേ പരപ്പളവുള്ള. ചെയ്ത് നോക്കാമേ. ആദ്യം നമുക്ക് 3, 4, 6 കറക്റ്റ് അളവുകളിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പം അതിനുവേണ്ടി ആദ്യം കറക്റ്റ് ടീച്ചർ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ബേസ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 6 എടുക്കാം. 6 ബേസ് ലെങ്ത് ആക്കി എടുക്കാം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ബേസായിട്ട് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്യണം. കോമ്പസിൽ മെഷർ ചെയ്യണം. 3 സെൻറ്റിമീറ്റർ കറക്റ്റ് കോമ്പസിൽ മെഷർ ചെയ്ത് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. ആർക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ വരച്ചേക്കാമേ. ആർക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യുക? 4 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിലിൽ മെഷർ ചെയ്തിട്ട് ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ അളക്കുക. ആ ജോയിൻ ചെയ്ത് 2 പോയിൻറ്റുകൾ എന്ത് ചെയ്യുക? നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ആവും. ഇതാണ് നമുക്ക് വേണ്ട ഗിവൺ ട്രയാങ്കിൾ. അപ്പോൾ ഇത് 6 cm, ഇത് 4 cm, ഇത് 3 cm. ഇനി ഇതേ ഏരിയ ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ലൈനിന് പാരലായിട്ട് വേറൊരു ലൈൻ വരയ്ക്കുക. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, 2 പാരലൽ ലൈൻസിനിടയ്ക്ക് എത്ര ട്രയാങ്കിൾസ് വരച്ചാലും അതെല്ലാം സെയിം ഏരിയ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു ഐഡിയ നിങ്ങളുടെ ഓർത്തോണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു വെർട്ടെക്സിൽ നിന്നും നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കുക. പാരലൽ ലൈൻ വരയ്ക്കാൻ എന്ത് ചെയ്യണം? സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണം. ടീച്ചർ ഈ ഒരു പടത്തിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. മറ്റു പടങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പം ഈ സ്കെയിൽ ഇവിടെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ മൂവ് ചെയ്യുക. കണ്ടോ? ആ തേർഡ് വെർട്ടെക്സിൽ എത്തുമ്പോൾ നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ട് ആ കറക്റ്റായിട്ട് ആ പോയിന്റിൽ അവിടെ മാർക്കിംഗ് നടത്തുക. രണ്ടിടത്ത് മാർക്കിംഗ് നടത്തുക. ആ മാർക്കിങ്ങിൽ കൂടി നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്കെയിൽ വെച്ച് വരയ്ക്കുക. അപ്പം നമുക്ക് താഴത്തെ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാരലൽ ലൈൻ കിട്ടും. ഓക്കെ, ഇനി എന്താ? റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനല്ലേ പറഞ്ഞേ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 90 ഡിഗ്രി മെഷർ ചെയ്യുന്നു. ആ 90 ഡിഗ്രിയെ ലക്ഷ്യമാക്കി ഈ ഒരു ലൈൻ വരെ മാത്രം ലൈൻ വരയ്ക്കുക. ഇതാണ് നമുക്ക് വേണ്ട ഗിവൺ ട്രയാങ്കിൾ. ഏത്? ഈ 3, 4, 6 കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മളിപ്പോൾ ഫോം ചെയ്തു. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത അവർ പറഞ്ഞിരിക്കുന്നത് 3 വ്യത്യസ്ത ട്രയാങ്കിൾസ് വരയ്ക്കാനല്ലേ ആവശ്യപ്പെട്ടെ. ഇപ്പോൾ ഇവിടെ 6 ബേസാക്കി വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഒരു 4 ബേസാക്കി വരയ്ക്കുക. 4 ബേസാക്കി ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ 3 സെൻറ്റിമീറ്റർ നമ്മൾ പ്രൊട്രാക്ടറിൽ എടുത്തു. പ്രൊട്രാക്ടർ തന്നെ എൻ്റെ വായിൽ വരുന്ന സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ നമ്മൾ ഒരാർക്ക് വരച്ചു. ഇനി അടുത്ത് എന്താ? 6 സെൻറ്റിമീറ്ററോട് വരയ്ക്കണം. അപ്പം നമ്മൾ സ്കെയിലിൽ 6 കൂടി എടുത്തു. ഇവിടെ വരെ വന്നു. ഈ ആദ്യത്തെ ചിത്രം അങ്ങ് മായ്ച്ചേക്കാല്ലേ, നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാവും. ഓക്കെ, അത് രണ്ടും കൂട്ടിമുട്ടിയ പോയിൻ്റ് ഇതാണ്. ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ തേർഡ് വെർട്ടെക്സ്, ഇത് 4, ഇത് 3, ഇത് 6 cm. ഇതിലേക്കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പാരലൽ ലൈൻ വരയ്ക്കാൻ എന്താ മാർഗം എന്നാണ് ടീച്ചർ പറഞ്ഞേ. നമ്മൾ ഇത്
ജസ്റ്റ് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം സ്കെയിൽ ഇവിടെ വയ്ക്കുന്നു. നമ്മളിതിങ്ങനെ മൂവ് ചെയ്യുന്നു. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാട്ടോ, അതുകൊണ്ടാണ് ടീച്ചർ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാത്തത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. ഈ ലൈനിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ടീച്ചറിൻ്റെ മാർക്കറിലെല്ലാം മാഞ്ഞു പോവുക സ്കെയിൽ വെച്ച് മൂവ് ചെയ്യുമ്പോൾ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് സാരമില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഈ എൻഡിലോ വെച്ച് റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുക. അതിന് പ്രൊട്രാക്ടർ എടുത്തിട്ട് 90 ഡിഗ്രി മെഷർ ചെയ്യുന്നു. 90 ഡിഗ്രി മെഷർ ചെയ്തിട്ട് അത് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ താഴത്തെ വെർട്ടെക്സിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഈ കിട്ടിയ ഈ ട്രയാങ്കിളാണ്. ആ സെയിം ട്രയാങ്കിളിൻ്റെ ഏരിയ അതേ പരപ്പളവുള്ള പുതിയൊരു ട്രയാങ്കിൾ കിട്ടും കേട്ടോ. ഇത് 4cm. അടുത്തത് മൂന്നാമത്തെ കേസാണ്. എന്താണ് ഇത്? ആദ്യം 6 ബേസാക്കി, ഇത് 4 ബേസാക്കി, അടുത്തത് 3 ബേസാക്കി വരയ്ക്കാം കേട്ടോ. 3 സെൻറ്റിമീറ്റർ ബേസാക്കി വരയ്ക്കാം. കറക്റ്റ് 3 സെൻറ്റിമീറ്റർ ബേസാക്കി വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 4 സെൻറ്റിമീറ്റർ എടുക്കണം അല്ലേ. 4 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടറിലെടുത്തു. പ്രൊട്രാക്ടറിലല്ല, സ്കെയിലിൽ 3 പ്രാവശ്യം ഒരേ തെറ്റ് തന്നെ പറഞ്ഞു ഞാൻ. സ്കെയിലാട്ടോ പറഞ്ഞ പോലെ രാത്രി 11:30 മണിയായേ, ചിലപ്പോൾ ഉറക്കത്തിൻ്റെ ആയിരിക്കും ഞാൻ അങ്ങനെയൊക്കെ പറയണേ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ 4 മെഷർ ചെയ്തു, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി 6 സെൻറ്റിമീറ്റർ ഈ എൻഡിൽ നിന്നും 6 സെൻറ്റിമീറ്റർ അളക്കുക. ഇങ്ങറ്റത്ത് വന്നു കേട്ടോ, ടച്ച് ചെയ്തേ. അപ്പോൾ ഇതാ ഇതിങ്ങനെയാണ് കടന്നു പോയത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ഇത് 3cm, ഇത് 4cm, ഇത് 6cm. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പാരലൈൻ, ഈ ലൈനിന് പാരലായിട്ട് ഇതിൽ കൂടി പാരലൈൻ വരയ്ക്കണം. ടീച്ചർ ഇപ്പോൾ ജസ്റ്റ് വെറുതെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ പാരലൈൻ. ഇനി റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റിൽ വെച്ചിട്ട് 90 ഡിഗ്രി മെഷർ ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഈ പോയിന്റ് ലക്ഷ്യമാക്കി ഇതിലേക്കൂടെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചാൽ മതിയോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എളുപ്പമല്ലേ. അങ്ങനെ 3 ഈക്വൽ ഏരിയ ഉള്ള റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഓക്കെ. Triangles can be drawn with the 2 sides 8 cm and 6 cm and area 12 square centimeters. What if the area is to be 24 square centimeters? ഒന്നും കൂടി ചോദ്യം ആവർത്തിക്കാം. 2 വശങ്ങളുടെ നീളം 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററുമായ എത്ര വ്യത്യസ്ത ത്രികോണം വരയ്ക്കാം? പരപ്പളവ് 24 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ടീച്ചറോട് റഫായിട്ട് വരയ്ക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് 6ഉം 8ഉം വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. വരയ്ക്കുന്നില്ല, ജസ്റ്റ് ചെയ്തേക്കാം. വശങ്ങളുടെ നീളം മസ്റ്റായിട്ട് 6ഉം 8ഉം ഉണ്ടായിരിക്കണം. പക്ഷേ ഏരിയ എന്തായിരിക്കണം? ഏരിയ ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം കിട്ടേണ്ടത്. ഏരിയ എന്ന് പറയുന്നത് 12 cm² ആയിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ പോസിബിൾ ആവും? അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് 12 കിട്ടണം. അപ്പോൾ നമ്മുടെ ടീച്ചർ ഈ 6നെ ബേസ് ആക്കി എടുത്തു എന്ന് വിചാരിക്കുക. സോ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 12. അപ്പോൾ ഹൈറ്റ് എത്ര വരണം? അതായത് ഹാഫ് ഇൻറ്റു 6, 2നെ ഇതുകൊണ്ട് കട്ട് ചെയ്താൽ 3 വരും അല്ലേ. 3 ഇൻറ്റു എന്താണ് 12? 3 4s അല്ലേ 12. സോ h ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? h ഇസ് ഈക്വൽ ടു 12/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 cm അല്ലേ. 3 4s അല്ലേ 12. അപ്പോൾ ഹൈറ്റ് നമുക്ക് എത്ര വരണം? 4 വരണം. അപ്പോൾ ഇതാ ഇവിടെ ഒരു ട്രയാങ്കിൾ 6 സെൻറ്റിമീറ്റർ നിങ്ങൾ വരച്ചിരുന്നു. 6 cm ആണ്. ഹൈറ്റ് നമ്മൾ എത്ര കൊടുത്തു? 4 cm. കറക്റ്റ് 4 cm കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് കറക്റ്റായിട്ടൊരു സമാന്തര വര പാരലൈൻ വരയ്ക്കുക. ഇനി കോമ്പസ് എടുത്തിട്ട് 8ഉം കൂടി നമ്മളുടെ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 8ഉം കൂടി
ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രൊട്രാക്ടറിൽ 8 cm അളന്നെടുത്തു. എന്നിട്ട് ഈ കോമ്പസിൽ എന്ത് ചെയ്യുക, 8 cm വെച്ച് നമ്മൾ ഒരു മാർക്കിംഗ് നടത്തി. ആ മാർക്കിങ്ങിലേക്ക് വരച്ചാൽ മതിയാവും എന്ത്, ട്രയാങ്കിൾ. അതാണ് അതിന് ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ. ക്ലിയറായോ? ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതേ 6ഉം 8ഉം മെഷർമെൻ്റ് ഉള്ള ഒരേ പരപ്പളവുള്ള എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി 8 ബേസ് ആക്കി വരയ്ക്കാം അല്ലേ? ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാം, 8 ബേസ് ആക്കി കൊടുത്താൽ 8 ആണ് ബേസ് എന്ന് വിചാരിക്കാം. ഈ പ്രോബ്ലത്തിൽ ബേസിന് 6 അല്ലേ ടീച്ചർ തൊട്ട് മുന്നേ കൊടുത്തേ. ഇവിടെ ടീച്ചർ 6 ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇനി നമ്മൾ 6ഉം 8ഉം ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഫ് ഇൻറ്റു ടീച്ചർ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 12 വരണം. അപ്പോൾ ഈ 8ഉം 2 കൂടെ കട്ട് ചെയ്താൽ 4 ഇൻറ്റു എന്താണ് 12, 4 3s ആണ് 12. അപ്പോൾ നമ്മൾ അതേ ചിത്രം എങ്ങനെ വരയ്ക്കണം, നമ്മൾ എന്ത് ചെയ്യുക, 8 സെൻറ്റിമീറ്റർ ബേസ് ലെങ്ത്ത് വരയ്ക്കുന്നു. ദെൻ എത്ര ഹൈറ്റ് കൊടുക്കണം, നമ്മൾ 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തു. അതിൽ നിന്ന് നമ്മൾ എന്ത്, ടീച്ചർ വരച്ചൊന്നും കണ്ടില്ലല്ലേ. ആദ്യം 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വര വരച്ചു. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തു. ഇനി അതിൽ കൂടി നമ്മൾ പാരലൈൻസ് ആ പറഞ്ഞ രീതിയിൽ തന്നെ വരയ്ക്കണം കേട്ടോ. ഞാൻ വെറുതെ കൈകൊണ്ട് വരച്ചതേ ഉള്ളൂ. ദെൻ ഇനി നമ്മൾ എത്ര സെൻറ്റിമീറ്റർ കോമ്പസിന് മെഷർ ചെയ്യണം, 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് നമ്മൾ വരച്ചു. ഓക്കെ, ഇനി ഇത് ജോയിൻ ചെയ്താൽ മതിയാവും. ഇത് ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ് അടുത്ത ട്രയാങ്കിൾ. അങ്ങനെ അതേ സെയിം പരപ്പളമുള്ള എത്ര എണ്ണം വരയ്ക്കാം, നമുക്ക് 2 എണ്ണം വരയ്ക്കാം കേട്ടോ. അടുത്തത് 24 സെൻറ്റിമീറ്റർ ആയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 24 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരണം, അതായത് ബേസ് ഹൈറ്റും 6ഉം 8ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 24 കിട്ടണം. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 24. സെയിമാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പം 6 സെൻറ്റിമീറ്റർ ബേസായിട്ടും 8 സെൻറ്റിമീറ്റർ ഹൈറ്റായിട്ടും ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അതുപോലെ 8 സെൻറ്റിമീറ്റർ ബേസായിട്ട് 6 സെൻറ്റിമീറ്റർ ഹൈറ്റായിട്ട് ഒരു ട്രയാങ്കിൾ. അവിടെയും നമുക്ക് എത്ര എണ്ണം വരയ്ക്കാം, 2 ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ 10th ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ചുവടെ കാണുന്ന ത്രികോണം നോട്ട് ബുക്കിൽ അതേ അളവിൽ വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള ABP BCQ CAR എന്നീ ത്രികോണങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്ന അളവുകളിൽ വരയ്ക്കുക. ഓരോ ആംഗിളും ഒരു ആംഗിൾ 90, ഒരു ആംഗിൾ 60, ഒരു ആംഗിൾ 30 എന്നീ അളവുകളിലാണ് നമ്മൾ ത്രികോണങ്ങൾ വരയ്ക്കേണ്ടത്. ത്രികോണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം വരയ്ക്കണം, 2-3 എണ്ണം വരയ്ക്കണം. ഈ അളവിലൊരെണ്ണം, ഈ അളവിലൊരെണ്ണം, ഈ അളവിലൊരെണ്ണം വരച്ച് നോക്കാം. നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന ട്രയാങ്കിൾ ABP വരയ്ക്കുക. ട്രയാങ്കിൾ ABP വരയ്ക്കുന്നു. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആംഗിൾ BAP എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം, നിർബന്ധമാണ്. അപ്പം ആംഗിൾ എയും ബി ഇവിടെയുണ്ട്. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ എവിടെയോ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആംഗിൾ BAP BAPA എന്ന് പറയുന്ന ആംഗിള് എന്തായിരിക്കണം, ഈ നടുവിൽ പറഞ്ഞിരിക്കുന്ന ആംഗിളിൻ്റെ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ABക്ക് പാരലായിട്ട് നിങ്ങൾ പാരലൽ ലൈൻസിൻ്റെ കണ്ടീഷൻ ഉപയോഗിച്ച് വരയ്ക്കണം. ടീച്ചറോട് വെറുതെ സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണ്, കാരണം കോമ്പസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് ആ മെത്തേഡിൽ തന്നെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ഇനി ആംഗിൾ എയിൽ എന്ത് ചെയ്യണം, കറക്റ്റ് 90 ഡിഗ്രി ഉപയോഗപ്പെടുത്തി നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചാൽ മാത്രം മതിയാവും. സിമ്പിളാണ്. അപ്പോൾ BAP ഫോമായി. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആംഗിൾ BAPയുടെ അളവ് എത്രയാണ് കണ്ടോ, 90 ഡിഗ്രി കിട്ടിയത് കണ്ടോ. ആംഗിൾ BAP 90 ഡിഗ്രി വെച്ചുകൊണ്ട് ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ആംഗിൾ CBQ എന്ന് പറയുന്നത് 60 ഡിഗ്രി കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ 60 ഡിഗ്രി ഫോം ആവണം.
അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ഫോം ആവണം എന്ന് പറയുമ്പം ഈ ബി സിക്ക് പാരലായിട്ട് വേണം നമ്മൾ എയിൽ കൂടി നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കണം. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് എവിടെ ബിയിൽ വെച്ചിട്ട് നമ്മൾ എത്ര അളക്കണം, 60 ഡിഗ്രി മെഷർ ചെയ്യണം. കറക്റ്റ് 60 ഡിഗ്രി. ഇത് 50 60 ഇവിടെ വന്നു. ഇനി എന്ത് ചെയ്യുക, ആ പോയിന്റിൽ കൂടി വരച്ചാൽ മതിയോ? എവിടെ വരെ? ഈ പാരലൽ ലൈനെ ടച്ച് ചെയ്യുന്നവരെ. ക്ലിയർ ആയല്ലോ? ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് CBQ വന്നു. CBQ. അപ്പോൾ ആംഗിൾ CBQ എത്ര വന്നു? 60 ഡിഗ്രി. ക്ലിയർ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ ACR എന്ന് പറയുന്നത് 30 ഡിഗ്രി കിട്ടണം. അപ്പോൾ AC പാരലായിട്ട് ബിയിൽ കൂടി നമ്മൾ ലൈൻ വരച്ചു. ഈ AC പാരലായിട്ട് നിങ്ങൾ വെറുതെ വരയ്ക്കല്ലേ, ടീച്ചർ വരയ്ക്കുന്നത് കണ്ടുകൊണ്ട് വെറുതെ വരയ്ക്കരുത്. നിങ്ങൾ കറക്റ്റ് പാരലാക്കി വേണം വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ അത് AC പാരലായിട്ട് ടീച്ചർ ബിയിൽ കൂടി ഒരു പാരലൽ ലൈൻ വരച്ചു, ഒരു സമാന്തരം വരെ വരച്ചു. ഇനി ആംഗിൾ ACR എത്ര വേണമെന്ന് പറഞ്ഞ് 30 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സിയിൽ നമ്മൾ വെച്ചിട്ട് കറക്റ്റ് 30 ഡിഗ്രി മെഷർ. 30 ഡിഗ്രി എവിടെ നിൽക്കുന്നത് നോക്കിയേ. 30 ഡിഗ്രി ഇതാ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വരും 30 ഡിഗ്രി പോയിന്റ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ലൈൻ എവിടെ വരെ നമ്മൾ വരയ്ക്കണം? കുറച്ചുകൂടി താഴ്ത്തി വെച്ചാലേ കാണുള്ളൂ അല്ലേ? ഓക്കെ. ഇനി ഇതാ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ കൂടെ ടച്ച് ചെയ്യുന്ന പോലെ വരയ്ക്കുക. എവിടെ വരെ വരയ്ക്കണം? ഈ താഴത്തെ ഈ ലൈൻ ടച്ച് ചെയ്യുന്നവരെ കേട്ടോ. അപ്പോൾ AC ഇതും കൂടെ ജോയിൻ ചെയ്യണം. ഈ ഒരു ലൈനും കൂടെ ജോയിൻ ചെയ്യണം. കുറച്ച് ചെറുതാക്കാമേ ഫോട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ഫോമായി. ആംഗിൾ ACR. ആംഗിൾ ACR വൺ ഓഫ് ദ ആംഗിൾ 30 ഡിഗ്രി കിട്ടിക്കൊണ്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും? ആംഗിൾ ACR 30 ഡിഗ്രി ഫോം ആക്കിക്കൊണ്ട് വരച്ച ട്രയാങ്കിളാണ് ഈ ലാസ്റ്റ് നമ്മൾ വരച്ച ഈ ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, അങ്ങനെ പാഠം അവസാനിച്ചിട്ടുണ്ട്. ഇതുവരെയായിരിക്കും നമുക്ക് എക്സാമിനുണ്ടാവുക. എല്ലാവരും നല്ല ഭംഗിയായിട്ട് പഠിച്ച് എഴുതി എക്സാം എഴുതിക്കോണം. ടീച്ചർ മുഴുവൻ ടോപ്പിക്കും കൂടി റിവിഷനായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഇട്ടേക്കാം കേട്ടോ. നന്നായിട്ട് പഠിച്ച് പരീക്ഷ ഫുൾ മാർക്ക് മേടിക്കണം. ഓക്കെ.